ഒരു ചായയുടെ എത്രയും സമയോ? ചേട്ടാ കോഫി മതിയോ? പിന്നെന്ത്, എന്തായാലും മതി. ബ്രൂ കോഫി. ബ്രൂ കോഫി ആണോ? കോഫി ആണോ? പൊന്നെ മോളെ, നീ കലയ്ക്കൊണ്ടെന്ന് വിഷം നീ അവന് മാത്രം കൊടുത്തത്, എനിക്ക് വേണ്ട. വിഷോ? നീ അല്ലാതെ അവൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കോടി? രാവിലെ കുറ്റം പറിച്ചു വന്നിരിക്കുകയാണ്. അല്ല, മാവൂസായിരുന്നെങ്കിൽ ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടു. എടാ, നിന്നെ പോലുള്ള അയൽവാസികളുണ്ടെങ്കിൽ മാവോയിസ്റ്റ് അല്ല, ചിലപ്പോൾ നെക്സലൈറ്റ് വരെ ആയിപ്പോവും ആൾക്കാർ. എടാ, ഇത് രണ്ടും ഒന്നതിനടാ മണ്ട. ആ, മനസ്സിലായോ? നീയേ വലിയ കഥയൊന്നും പറയണ്ടടാ. ഗൾഫിൽ അറബിയെ പറ്റിച്ചോണ്ട് വന്നേടാ നീ. എന്നിട്ട് അവന് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ നടക്കുന്നു. എന്നെക്കൊണ്ട് ആരും പറയിപ്പിക്കല്ലേ അമ്പിളി നീ. അയ്യോ, നിന്നെ ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാൽ 5 ലക്ഷം രൂപയും ജോലിയും കൊടുക്കുന്നു. വേണമെങ്കിൽ എടുത്ത് നോക്ക്. രാവിലെ ഇറങ്ങിക്കാണ് ബാക്കിയുണ്ടോ കൊടുത്താൽ മതി നീ. ഓ, എന്താ ക്ലിറ്റസേട്ടാ എപ്പോ നോക്കിയാലും നമ്മളെ കളിയാക്കല അവന്. എന്തിനിരുന്ന് ഉറങ്ങണത്? പോയി കിടന്നുറങ്ങുമോ? അമ്മ എണീപ്പിച്ച്. കുറച്ച് ഒരു 5 മിനിറ്റ്. വായെങ്കിലും കഴുകി എന്റെ പെണ്ണെ. നീ ഞാൻ കഴുകി, അവിടുന്ന് കഴുകി. നിങ്ങൾ എന്തീ ആലോചിച്ചോണ്ടിരിക്കണേ? എന്തീ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാൻ ഒരു കല്യാണം ആലോചിക്കുന്നു. എന്തോ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കണം. എന്താ പറ്റില്ലേ? എന്താ കുഴപ്പം? നല്ലതാ. എന്ത് നല്ലത്? ക്ലീറ്റോ അങ്ങനെ തന്നെ ചെയ്യണം. ഞാനൊരു പാവായതുകൊണ്ടല്ലേ. ഏതെങ്കിലും പെണ്ണിനെ പോയി കെട്ടി ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടിയും തന്ന് നിങ്ങളെ പണിക്കും വിട്ടു കഴിയുമ്പോൾ നിങ്ങൾ നല്ല മെനയാവും. പിന്നെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ വീണ്ടും ചൂടുവെള്ളം കാണുമ്പോൾ അതിൻ്റെ അടുത്തൂടെ പോലും പോകില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാമോഹം എനിക്കില്ല. ചൂടുവെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ക്ലീറ്റോ. അങ്ങനെയല്ലേ എനിക്കിത് പറ്റിയത്. ചായ വേണോ? പറ്റിയത് എനിക്കല്ലേ. ഓ, ചായ വേണോ? തന്നാ കുടിക്കാമേ. കട്ടനെ ഉണ്ടാവുള്ളൂ. എന്തേലും മതി. അവിടെ നിന്ന് എന്ത് തന്നാലും ഞാൻ ഭക്ഷിക്കും. ഓ, അതിനകത്ത് വല്ല നിധി ഇരിപ്പുണ്ടോ? ഇത്ര മാത്രം ഇങ്ങനെ ഇരിക്കാൻ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാൽ ജോലിയും 5 ലക്ഷം രൂപ. ഇത് പറഞ്ഞിട്ടാണ് രാവിലെ ഒരുത്ത് തന്നെ കളിയാക്കിയത്. അതിന് വേറെ ഒരു പണിയില്ലല്ലോ. എന്റെ ഒരു വിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് പ്രമുഖനായ നേരത്തെ നിങ്ങൾക്ക് ഈ മാവോയിസ്റ്റ് ആയിരുന്നെങ്കിലേ ഞങ്ങള് രക്ഷപ്പെട്ടേനെ. അതല്ലേ, ഞാൻ മാവോയിസ്റ്റ് ആയിട്ട് വേണം നിന്റെ തന്റെ ഹവീൽദാര് എന്നെ എന്നേ വെടിവെച്ചു പോലെ. ഞാൻ കുറെ കൂടി രക്ഷപ്പെട്ടേനെ. എന്റെ ജീവിതം ഇങ്ങനെ കരി പിടിക്കൂലായിരുന്നല്ലോ. ഇതിലിനി എന്തോന്ന് കരി വരളായി? ഇത് മുഴുവനും കാര്യല്ലേ? എനിക്കറിയായിരുന്നു ഈ ചീഞ്ഞ കോമഡി പറയും. ഇതായിരിക്കുന്നു ഏതാണ്ട് ഇതേപോലെയൊക്കെ ഇരിക്കും. എടേ, മാവ് എന്ന് പറഞ്ഞ എന്താണ്? മാവ് നമ്മള് കഴിക്കണ മാവ്. ആ മൈദമാവിൽ ഉണ്ടാക്കുന്ന 2 സാധനങ്ങൾ, അതായത് ഒരു ചുവന്ന കളറിൽ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ബേക്കറികളിലെല്ലാം വെച്ചിട്ടുണ്ട്. അതാണ് മാവോയിസ്റ്റ്. അത് കീഴടക്കുമ്പോ ഇങ്ങനെ പൈസ കിട്ടും. അത് ചില സമയം ഇങ്ങനെ. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊള്ളക്കാരി, ഈ ദുഷ്ടന്മാരാ. അവര് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ തീവ്രവാദി. ഡാഡി കൊള്ളം പറഞ്ഞല്ലേ. അയ്യോ അമ്മേ, അപ്പൊ ഞാനേ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. എന്ത് എന്ന് വെച്ചാ അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്റെ ഭർത്താവായ ക്ലീറ്റോ മാവോയിസ്റ്റ് ആണെന്ന് പറയണം. എന്തായാലും ഒരു ഭാര്യ വിളിച്ചു പറയുമ്പോ അത് സത്യമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. നീ ഒരു കാര്യം ചെയ്യ, നീ കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ നിന്റെ കെട്ടിയോനെ അങ്ങനെ നീ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി കേട്ടാ. എന്നെ പറയാൻ നിൽക്കണ്ട. ഓ, അവള് വലിയ മാവോയിസ്റ്റ്, കുടുംബം രക്ഷപ്പെടുത്താൻ ഒരുത്തി ഇറങ്ങിക്കണം. മിക്കവാറും ഞാൻ വിളിക്കും. കൊടുക്കത്തെ വിളിയായിരിക്കും. പോയി കുളിയടി പോ, നാറിനവളെ. നീ വാ, നീ എന്റെ അടുത്ത് മുട്ടായി വേണം ഐസ്ക്രീം വേണമെന്ന് പറയും കേട്ടോ. പോ പോ പോ, വേണ്ട. അമ്മ തോർത്തെടുത്താ
അവൾക്ക് ഇത്രയും നാളായിട്ട് അവളുടെ ഉടുപ്പ് എവിടെ ഇരിക്കണേന്ന് അറിയില്ല, തോർത്ത് എവിടെ ഇരിക്കണേന്ന് അറിയില്ല. അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്റെ ഭർത്താവായ ക്ലീറ്റോ മാവോയിസ്റ്റാണെന്ന് പറയണം. എന്തായാലും ഒരു ഭർത്താവ് ഭാര്യ വിളിച്ചു പറയുമ്പോ അത് സത്യമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. എന്താടേ നോക്കിക്കൊണ്ടിരിക്കണ വല്ലതും കളഞ്ഞു പോയടാ? എന്തോ വല്ലതും കളഞ്ഞു പോയ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഇവിടെ താമസമായ പിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു സാധനമുണ്ട്, മനസമാധാനം. അത് തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? ആ പറ്റൂല. നിന്റെ അടുത്ത് സംസാരിച്ച് പിടിക്കാൻ എനിക്ക് സമയമില്ല. ഓ പഞ്ചായത്ത് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നിനക്കാകുമ്പോൾ ചെല്ല്. ഒന്നുമില്ലല്ലോ, എന്തോ ആവാമല്ലോ. ഓട്ടാളിയാ കാണാം. ചെല്ല്. സാറേ നീ എവിടെയാണ്? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ശരി, ഓക്കെ. സംഗതി നീ പറഞ്ഞത് കൊള്ളാം, നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഐഡിയ തന്നെ. അതെ, പക്ഷെ സംഗതി നടക്കണം. നടക്കും, നടക്കായികയൊന്നുമില്ല. നീ ആ വാർത്ത ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇതിപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു. അല്ല നീ വായിക്കുന്നോണ്ടാണ് എനിക്കൊരു സംശയം. ഇതേ പാലായിൽ എൻ്റെ തറവാട്ടിൽ അടിച്ചടിക്കുന്ന പത്രമല്ല, പിന്നെ ഇത് സർക്കാർ കൊടുത്ത വാർത്ത ഒരു പത്രത്തിൽ വന്നതാണ്. ഞങ്ങളുടെ വായിരുന്നു. ഓ നോക്കട്ടെ. നിപ്പ വൈറസ് ശ്രദ്ധിക്കുക. അതല്ല, അത് അപ്പുറത്ത് കിടപ്പുണ്ട്, അത് വായിച്ചു. ഓ കേരളത്തിൽ അടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് ജോലിയും പ്രതിഫലവും. അത് കൊള്ളാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത്. നീ ഇടയ്ക്കിടയ്ക്ക് സത്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ? പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ ഐഡിയ എന്താ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത്? അല്ല ഈ മാവോയിസ്റ്റും നമ്മളോട്ട് എന്താണ് ബന്ധം? കീഴടങ്ങണം. ആര് കീഴടങ്ങും? നീ കീഴടങ്ങും? ഞാൻ കീഴടങ്ങില്ല. പിന്നെ ഞാൻ അങ്ങനെ കീഴടങ്ങും. പിന്നെ ആര്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ട്, ചന്ദ്രനിൽ ആദ്യമായിട്ട് കയറ്റി വിട്ട ആരെയാണെന്ന് അറിയാമോ? ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത് നമ്മുടെ നീലാംസ്ട്രോങ് അല്ലേ? നമ്മളെ ആര്? നിന്റെ കുടുംബത്തിലുള്ള നീലാംസ്ട്രോങ്? നമ്മളെന്ന് പറയാം. നീലാംസ്ട്രോങ് അല്ലേ? എടേ, അത് ഒരു എലിയാണ് ആദ്യമായിട്ട് കയറ്റി വിട്ടത്. എലിയ? ആ, അത് പോയതിനു ശേഷമാണ് പിന്നെ ആൾക്കാർ ധൈര്യമായിട്ട് പോയി തുടങ്ങിയത്. നീ അതൊക്കെ വിറേ. നീ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ പറയാം. നമ്മുടെ എലി ഉണ്ടല്ലോ, എലി, നമ്മുടെ എലി, അതായത് നടരാജനെ നമ്മൾ ആദ്യം കീഴടങ്ങിപ്പിക്കും. നടരാജൻ പോയി കീഴടങ്ങി അവിടുത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, പൈസയും കിട്ടി, ജോലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കീഴടങ്ങും. നമ്മൾ നടരാജ മാവോയിസ്റ്റിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് കീഴടങ്ങാം. അത് കൊള്ളാം, ഐഡിയ കൊള്ളാം. അവനെ കണ്ട ഒരു മാവോയിസ്റ്റ് ലുക്കും ഉണ്ട്. പക്ഷെ എൻ്റെ വേറെ ടെൻഷൻ എന്താ അറിയാമോ, ഇവര് പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ലതാ. ഒപ്പം ഒരു ജോലിയും കൂടെ തരണതേ. ആ ജോലി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതാർക്കെങ്കിലും മറിച്ചു കൊടുക്കുക അല്ലേ? അതും തന്നെ കിട്ടും. ആലേ ജോലി കിട്ടട്ടല്ലേ, സർക്കാർ ജോലിയല്ലേ, കിട്ടിയ ഇഷ്ടം പോലെ ലീവ് എടുത്തൂടെ നമുക്ക്. അതെടുക്കാം. പിന്നെ അങ്ങനെ തന്നെ 5 ലക്ഷം കിട്ടൂല്ലേ? 5 ലക്ഷം കിട്ടും. അത് ഗഡുക്കളായിട്ടാണ് തരുമെന്ന് പറഞ്ഞേക്കണേ. അതെ, എത്രയും പെട്ടെന്ന് നടരാജ മാവോയിസ്റ്റിനെ നമുക്ക് വെക്കണം. അതെ, ഞങ്ങളെ കുടുംബകാര്യമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. കുടുംബകാര്യം ചർച്ച ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നടരാജ മാവോയിസ്റ്റിനെ പൊക്കാനുള്ള പരിപാടികൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നമുക്കൊന്ന് നന്നാവല്ലോ. രക്ഷപ്പെടും നമ്മൾ ഇതോടുകൂടി. പിന്നെന്ത്, ഇത്രയും പോരെ ഒരാളിന് രക്ഷപ്പെടാനായിട്ട്? നീ പോയി നോക്കിയിട്ട് എന്നെ വിളിക്കുക, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ നോക്കി പോയിട്ട് എന്നെ വിളിക്കും. ഓക്കെ. എന്താ പേപ്പർ? അല്ല, ഇരുന്നോട്ടെ. വിശ്വാസം വന്നില്ലെങ്കിൽ ശരി. അപ്പൊ വായിച്ചോ, കുറച്ച് പ്രാവശ്യം വായിച്ചോ, വിശ്വാസം ആവട്ടെ. ഓക്കെ. ഞാൻ മാവോയിസ്റ്റോ? എന്നെ കണ്ട മാവോയിസ്റ്റിന്റെ ഒരു ലുക്ക് ഉണ്ടോ? എന്താ നടരാജ, നീയാണ് യഥാർത്ഥ മാവോയിസ്റ്റ്. നിന്റെ പേരിൽ പോലും ഇല്ലേ
നടരാജൻ, മാവോയിസ്റ്റ് നടരാജൻ. പിന്നെ അസല് ലുക്കാണ് നിനക്ക്. ആ കൊള്ളാം, നല്ല നല്ല ഇതുണ്ട് ഇല്ലേടാ? ഓക്കേ. കണ്ണൊക്കെ കണ്ടില്ലേ, മാവോയിസ്റ്റിന്റെ കണ്ണ. അല്ല അതിന് നമ്മൾ ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്നതിന് അതെ നടരാജ, ഈ മാവോയിസ്റ്റുകൾ പൊതുവെ കാട്ടിലാണ് താമസിക്കാറ്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലത്ത് വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നിനക്ക് പൊതുവെ മാവോയിസ്റ്റ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നത്. നിനക്ക് മാവോയിസ്റ്റ് ആണെന്ന് ഒരു തോന്നലുണ്ടോ ഇപ്പം? ഉണ്ടല്ലോ. അത് മതി. ഒരു വരെയല്ലേ മാവോയിസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യും, മാവോയിസ്റ്റാണ്. അതാണ് വേണ്ടത്. പിന്നെ നിന്നെ ഇപ്പൊ ഈ മാവോയിസ്റ്റ് ആക്കുന്ന എന്തിനാന്നറിയാമോ? നിനക്ക് പ്രധാനമന്ത്രി ആവണ്ടേ? വേണോ? പ്രധാനമന്ത്രി ആവാൻ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പ മാർഗമാണ് ഈ മാവോയിസ്റ്റ് ആവുക. മാവോയിസ്റ്റ് ആണെന്നും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക. കീഴടങ്ങി കഴിയുമ്പോൾ നിനക്ക് കുറേ പൈസയും കിട്ടും കേട്ടോ. പൈസയും കിട്ടും, നിനക്കൊരു ജോലി തരും. അപ്പൊ ഈ കീഴടങ്ങുന്നവരെ മിക്കവാറും എടുക്കുന്ന ജോലി എനിക്ക് തോന്നുന്നു പോലീസിലോ പട്ടാളത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ നടരാജ, നീ പറയണം, എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട, എന്നെ പ്രധാനമന്ത്രിയാക്കണം. പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ മാത്രമേ ഞാൻ കീഴടങ്ങുള്ളൂ എന്നൊന്ന് പറയണം. പറയണം. അപ്പൊ അവര് നിന്നെ ഉറപ്പായിട്ട് പ്രധാനമന്ത്രിയാക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ ഞാൻ തരും. ആദ്യം ഫോണിൽ വിളിക്കണം. ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ മാവോയിസ്റ്റ് നടരാജൻ, SI ഉണ്ടോടെ എവിടെ എന്ന് ചോദിക്കണം. അവർ അയ്യോ ഉണ്ട്, അവർ പേടിച്ച് പറയും. ഞാൻ കീഴടങ്ങാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാവോയിസ്റ്റ് നേതാവാണ് നടരാജൻ. ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ പോവാണ് എന്ന് പറയണം. അപ്പൊ അവര് പറയും അയ്യോ വന്നാലും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിന്നെ അവിടെ വരും. പിന്നെ കീഴടങ്ങി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി. നീ അത് ഒറ്റ പിടിയിൽ പിടിച്ചോളണം. ഞാൻ പ്രധാനമന്ത്രി ആവുള്ളൂ, എനിക്ക് ആ ജോലി തന്നെ പിടിച്ചോളാം. പിന്നെ പൈസ കിട്ടുന്നവര് വല്ലതും നമുക്കൂടെ തരണം കേട്ടോ. ചെലവുണ്ട്. വേറൊരു കാര്യം പറയണം, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഇത് ബോംബിടാനായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കീഴടങ്ങണമെന്ന് പറയണം. കഴുത്തിലൊരു സയനൈഡിന്റെ ഗുളിക ഞാൻ കെട്ടിയിട്ട് തരും നീ പോന്നേരത്ത്. അത് സയനൈഡ് അല്ല, അത് മറ്റേ ബി കോംപ്ലക്സ് ഗുളികയാണ്. ഈ മാവോയിസ്റ്റുകാർ എപ്പോഴും കഴുത്തി കിട്ടും ഭീഷണിപ്പെടുത്തും. സൈനൈഡ്. ഇത് പറഞ്ഞു, ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ആത്മഹത്യ ഒന്ന് ഭീഷണിപ്പെടുത്തണം. പിന്നെ വേറൊരു കാര്യം, കഴുകാത്ത തുണി വല്ലതും ഉണ്ടോ? പാന്റോ ജീൻസോ ടീഷർട്ടോ? ഉണ്ട്. അങ്ങനെയുള്ളത് ഇട്ടോണ്ടേ പോവാവും. മാവോയിസ്റ്റ് ലുക്ക് പറഞ്ഞെങ്കിൽ അത് വേണം കേട്ടാ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നീ ആരാണ്? മാവോയിസ്റ്റ് നടരാജൻ. വലിയ ജോലിയും വലിയ നിലയിലൊക്കെ ആവുമ്പോ നമ്മളെയൊന്നും മറക്കരുത് കേട്ടോ. മറന്നളയരുത്. ഇല്ല, മാവോയിസ്റ്റ് നടരാജൻ. വേണ്ട, ഒരു കൊതു ഇരുന്ന് കടിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് പോയിട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോണം. ഞാൻ വിളിക്കാം. പിന്നെ വേഷത്തിന്റെ കാര്യം മറക്കരുത്. മറക്കില്ല. അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് അടിച്ച് വിട്ടേക്കാം. ഞാൻ ഒരുക്കി വിട്ടേക്കാം. ശരി, അപ്പം ഓക്കെ വരും. സാർ വരും. വന്നേക്കാം. നന്ദി ഒന്നും വേണ്ടതേ. നമുക്ക് പറ്റണ ഒരു ഉപകാരം ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്തു കൊടുക്കുക. രക്ഷപ്പെടുക. നീ രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ. പോട്ടോ. മാവോയിസ്റ്റ് നടരാജൻ. അനുഗ്രഹിച്ചിരിക്കും. അതെ, ഒന്നുകിൽ ഇതോടെ അവന്റെ കാര്യം തീരുമാനമാവും. പിന്നെ നമുക്ക് പാർട്ടിക്ക് വേണ്ടി ഇച്ചിരി ബുദ്ധി വെച്ചു തുടങ്ങി. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അത്രേ ഉള്ളൂ. എന്താണ് ഇത്ര വൈകണേ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, ഈ പിന്നെ ഇനിയിപ്പം ചിലപ്പോൾ പല ഫോർമാലിറ്റീസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അല്ല, ലക്ഷങ്ങൾ 4-5 കയ്യിൽ വരണല്ലേ. അപ്പൊ പല പേപ്പറിൽ ഒപ്പിടേണ്ടി വരുമായിരിക്കും. പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. അവനൊന്ന് വന്ന് വിവരം അറിഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ സത്യം പറഞ്ഞില്ലേ, വെള്ളമൊക്കെ മാറ്റി ഒതുക്കി വെച്ചിട്ട് ഇരിക്കുക. ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് ഇറങ്ങാമല്ലോ എന്ന് വെച്ചിട്ടെ. ശരിയാണ്, എത്ര നാളെ നമ്മളിങ്ങനെ അല്ലേ. സത്യം പറയാം, ഇനിയെങ്കിലും ഒന്ന് കുടുംബമായിട്ട് സന്തോഷത്തോടെ ഒന്ന് ജീവിക്കണം. അതാണ് ഈ സമയത്ത് ഓട്ടോയിൽ
ഓ അവനായിരുന്നു അവൻ്റെ സ്കൂട്ടറൊക്കെ വഴിയില്ല. കള്ളനും കൊള്ളക്കാരനും കൂടി ഇവിടെ നിൽക്കായിരുന്നാ കൂട്ടത്തിൽ വേറെ അടുത്തുണ്ടല്ലോ എന്താ അവൻ്റെ പേര്? നടരാജ് എവിടെ പോയ? അവനെ ഞങ്ങളെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിടണം. എന്ത് നിനക്കെന്ത്? എപ്പോൾ പറഞ്ഞിട്ടെ? എടാ എപ്പോൾ പറഞ്ഞു വിട്ടേ സമയം കാലമൊക്കെ നിൻ്റെ അടുത്ത് പറയണോ? എടേ എവിടെ പോയി? ഒരു ആൾ ചോദിക്കുമ്പോൾ പറയടേ എവിടെ പോയി, എന്തിനു പോയി? നിനക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണേൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എവിടെ പോയെന്ന്? നിങ്ങൾക്ക് എവിടെ പോയെന്ന് അറിയില്ല. എടാ ഞങ്ങൾ അവനെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടേക്കാണ്. അത് പറഞ്ഞില്ലേ? ശരി. ഓക്കെ ഓക്കെ ഓക്കെ. വലിയ മജിസ്ട്രേറ്റ് സ്കൂട്ടർ വഴിയിൽ അവനെ എടുത്തോണ്ടിരാൻ സഹായിക്കാനായിട്ടായിരിക്കും. അവൻ്റെ പാർട്ടിയിൽ ആളില്ലല്ലോ. നമ്മൾ പോകില്ല എന്തായാലും. ഇതാണട്ടെ നിന്റെ അടുത്ത് ഇപ്പൊ പോയ നടരേ. ദുഷ്ടത്തരം കാണിക്കലടാ. എന്തുവാ പ്രശ്നം? എന്താ പ്രശ്നം? നിന്റെ ഭർത്താവിനോട് ചോദിച്ചോ നിക്കല്ലേ മല പോലെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? തങ്കം ഇന്ന് രാവിലെ പത്രത്തിൽ ഒരു വാർത്ത വന്നില്ലേ? എന്ത് വാർത്ത? ഈ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാലേ 5 ലക്ഷം രൂപയും സർക്കാർ ജോലിയും കൊടുക്കുന്നു. അത് കേട്ടിട്ട് ഈ 2 ദുഷ്ടന്മാരും കൂടെ ചേർന്ന് ആ പാഷാണത്ത് കൃമി അവനും യവനും കൂടെ ചേർന്ന് യവനെ പറഞ്ഞു വെച്ചിരിക്കണം അവിടെ മാവോയിസ്റ്റ് ആയിട്ട് പൈസ മേടിക്കാൻ. അല്ല അതിനെന്തിനാ ഇങ്ങനെ തല്ലിച്ചതച്ചത് നടരാജന്? തല്ലിച്ചത് ഗവൺമെന്റിനെ കബളിപ്പിച്ചെന്ന് പറഞ്ഞ് പോലീസുകാരന്മാരെ എടുത്തിട്ട് വേർത്തിയാ പെരുമാറി. പിന്നെ ഈ കർത്താവിനാണോ? എനിക്കൊന്നും അറിയില്ലേ. നിനക്കൊന്നും അറിയില്ല. യവന്മാർ രണ്ടും കൂടെ അവനെ പറഞ്ഞു വെച്ചെന്തിനെന്ന് അറിയാം. ആദ്യം അവനെ പറഞ്ഞു വെച്ചു ഇത് സക്സസ് ആവുകയാണെങ്കിൽ യവന്മാർ ബാക്ക് ചെയ്ത് പൈസ വാങ്ങിക്കാണ്ട് ബാക്ക് ചെയ്ത് പോവാന്ന്. അത്ര ദുഷ്ടന്മാരാണ് അവന്മാർ. പിന്നെ ആദ്യത്തെ ഇടി കിട്ടിയ ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 പേരെ പേര്, ജാതകവും, ഫോൺ നമ്പരും, അഡ്രസ്സും, എന്ത് വീടിന്റെ ആ നീല ഗേറ്റ് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 പേർ റെഡി ആയിരിക്കും. അടുത്ത അവാർഡ് ഇപ്പൊ വരും. എന്താണെന്നറിയാമോ? മാമിയാർ വീട്ടിൽ നിന്ന് ഒരു വണ്ടി ഇപ്പൊ 2 പേർക്കും പോവാ സുഖമായിട്ട് കേട്ടാ. താടി കൊണ്ടിട്ട് പിടിച്ചോണ്ട് പോ. Alien versus Alien.